3 വർഷം പിന്നിട്ടിട്ടും തകർന്ന തോട്ടുപാലം സഞ്ചാരയോഗ്യമാക്കാൻ നടപടിയാകാത്തതിൽ പ്രതിഷേധം ഉയരുന്നു. 3 വർഷം മുമ്പാണ് ശക്തമായ പ്രളയത്തിൽ മങ്കര പെരുമഞ്ചിറക്കാവ് തോട്ടുപാലം പൂർണ്ണമായും തകർന്നത്. 3 വർഷം മുൻപാണ് ശക്തമായ പ്രളയത്തിൽ മങ്കര പെരുമഞ്ചിറക്കാവ് തോട്ടുപാലം പൂർണ്ണമായും തകർന്നത്. ഇതോടെ ഈ വഴിയുള്ള ഗതാഗതം 1.5 വർഷത്തോളം മുടങ്ങിയിരുന്നു. ഗതാഗതം നിലച്ചതോടെ നാട്ടുകാർ താൽക്കാലികമായി കല്ല് കോറി വേസ്റ്റുമിട്ട് സഞ്ചാരയോഗ്യമാക്കുകയായിരുന്നു. ഇപ്പോഴും വലിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇരുചക്രവാഹനങ്ങൾ, ഓട്ടോറിക്ഷകൾ എന്നിവ മാത്രമാണ് സാഹസികമായി സഞ്ചരിക്കുന്നത്. പാലം പൂർണ്ണമായും തകർന്നു കിടപ്പാണ്. നിരവധി സ്കൂൾ ബസ്സുകളടക്കം പോകുന്ന റോഡാണിത്. മങ്കര, കേരളശ്ശേരി, കോങ്ങാട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണിത്. പാലം തകർന്നതോടെ ചെറുവാഹനങ്ങൾ ഭീതിയോടെയാണ് കടന്നുപോകുന്നത്. പാലം തകർന്ന് 3 വർഷം കഴിഞ്ഞിട്ടും പാലം സഞ്ചാരയോഗ്യമാക്കാൻ ആരും നടപടിയെടുക്കുന്നില്ലെന്ന് വാർഡംഗം സുനീഷ് ഭരതക്കാട് പറഞ്ഞു. ഇവിടെ പെരുമഞ്ചിറ തോട്ടുപാലം 30 വർഷക്കാലമായി ഇത് നിർമ്മിച്ചിട്ട് ഒരു 3 വർഷക്കാലമായി ഇതിൻ്റെ കാലപ്പഴക്കവും അതുപോലെ തന്നെ ശക്തമായ മഴയും കാലാവസ്ഥ കാരണം തകർന്നു പോയി. 3 വർഷക്കാലമായി താൽക്കാലിക ആശ്വാസത്തിനായി കുറച്ച് ജനങ്ങളുടെ സഹകരണത്തോടു കൂടി നമ്മളിവിടെ കുറച്ച് കോറി വേസ്റ്റൊക്കെ തള്ളിയിട്ടാണ് ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് നമ്മളത് പുനരുദ്ധാരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിത് കുറേ നീക്കം നമ്മൾ ചെയ്തിരുന്നു. അതുപോലെ വാർത്തകളാക്കിയിരുന്നു. 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാലം കൂടിയാണ് ഇത്. കേരളശ്ശേരി, മങ്കര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടിയാണ്. നിരവധി ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു പാലമാണിത്. എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനൊരു നടപടി കാണണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ശക്തമായ മഴയുണ്ടായാൽ താൽക്കാലിക സഞ്ചാരം പോലും മുടങ്ങും. അത് യാത്രക്കാർക്ക് ദുരിതം ഇരട്ടിയാക്കും. മാസങ്ങൾക്ക് മുൻപ് മങ്കര പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി എസ്റ്റിമേറ്റ് എടുത്ത് കൊണ്ടുപോയെങ്കിലും തുടർ നടപടികളൊന്നും ഇന്നേ വരെ ഉണ്ടായിട്ടില്ലെന്നും വാർഡംഗം പരാതിപ്പെട്ടു. പാലം പൂർത്തീകരിക്കാൻ വലിയ ഫണ്ട് ആവശ്യമെന്നിരിക്കെ സർക്കാർ തലത്തിൽ ഇടപെട്ട് പാലം പൂർത്തീകരിക്കാൻ നടപടി ഉണ്ടാകണമെന്നും സുധീഷ് ഭരതക്കാട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.